അതായത് ഒരു ഓസ്ട്രേലിയയിൽ ഒരു സ്റ്റുഡൻറ്റ് ചെന്നിട്ട് അവൻ പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ അവൻ്റെ സാലറിയിൽ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസി ഉള്ള ആൾക്ക് സാലറിയിൽ വ്യത്യാസമുണ്ടോ, സിറ്റീസിന് വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആൻസറാണ്. അവിടെ മനുഷ്യനായിട്ടാണ് പരിഗണിക്കുന്നത്. അവൻ്റെ തൊലിയോ അവൻ്റെ നിറവോ അവൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അവിടെ ജോലി ചെയ്യണമെങ്കിൽ അതല്ല പരിഗണിക്കുന്നത്. അവിടെ ഏത് ജോലിക്കാണെങ്കിലും, അത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഞാനവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിക്ക് എത്രയാണോ സാലറി, ആ സാലറി അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, കൊടുക്കും. എക്സാമ്പിൾ ബേസിക് സാലറി, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ www.seek.com.au പോയിട്ട് നിങ്ങളുടെ ഏതാണോ കാറ്റഗറി, ആ കാറ്റഗറിയിലെ ജോലി നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ, സ്റ്റുഡൻ്റായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസായിട്ട് എത്തപ്പെട്ട് കഴിഞ്ഞാലും ആ വേക്കൻസിയിൽ ഒരു സാലറി ഉണ്ടാവും. ആ സാലറി അയാൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അതല്ലാതെ ഇന്ത്യയിൽ നിന്ന് വന്നവനാണ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആളാണ്, അയാൾക്ക് സാലറി കുറവാണ്, അങ്ങനെ ഒരു കാറ്റഗറി അവിടെ ഇല്ല. ആ ജോലിക്കാണ് സാലറി ഉള്ളത്. അല്ലാതെ ആ ജോലി ചെയ്യുന്ന ആളുടെ കാറ്റഗറി വെച്ചിട്ടല്ല സാലറി നോക്കുന്നത്.